മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാനൊരു പുസ്തകത്തിൽ വായിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിലെവിടെയെങ്കിലൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഈ സന്ദേശത്തിൻ്റെ ചുവട്ടിൽ എഴുതുമെന്നും ഈ സന്ദേശം കേൾക്കുന്ന ആൾക്കാർ എൻ്റെ ചുവട്ടിൽ എഴുതിയത് വായിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറേ ആധികാരികമായിട്ടുള്ളൊരു വ്യക്തിയിൽ നിന്ന് കേട്ടതായതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. സ്റ്റീവ് ജോബ്സ്, യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള വ്യക്തി, ആപ്പിൾ കമ്പ്യൂട്ടർ തുടങ്ങി. അദ്ദേഹത്തിനെ കുറിച്ച് MBA ഞങ്ങൾക്ക് കുറേ പഠിക്കാനുണ്ട്. MBAക്ക് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ധാരാളം പഠിക്കാനുണ്ട്. 2 വർഷം മുമ്പ് ഫുള്ളായിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആപ്പിൾ കമ്പ്യൂട്ടറിനെ കുറിച്ചും ആപ്പിൾ മൊബൈലിനെ കുറിച്ചും ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. ഇദ്ദേഹം 56-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു സ്പ്ലീൻ ക്യാൻസർ വന്ന് മരിക്കുകയുണ്ടായി. അദ്ദേഹം മരിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുകയുണ്ടായി, ദ മാൻ ഹു ചേഞ്ച്ഡ് ദ വേൾഡ്, ലോകത്തിനെ മാറ്റിമറിച്ചൊരു മനുഷ്യനാണ് സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞ് ശരിക്കും ലോകം അദ്ദേഹത്തിനെ ഭംഗിയായിട്ട് ആദരിച്ചു, വളരെ ഭംഗിയായിട്ട് ആദരിച്ചു. അദ്ദേഹം ഏത് കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്താണ് വേണ്ടതെന്നേ പറയുള്ളൂ. സൗണ്ട് ഉണ്ടാക്കാത്ത കമ്പ്യൂട്ടർ വേണം, അത്രേ പറയുള്ളൂ. അതെങ്ങനെ ഉണ്ടാക്കണം എന്നൊന്നും അദ്ദേഹം പറഞ്ഞു കൊടുക്കില്ല. അത് വർക്കേഴ്സിൻ്റെ ഉത്തരവാദിത്വമാണ്. നല്ല ഹ്യൂജ് സാലറി കൊടുക്കും, അതനുസരിച്ചിട്ടുള്ള ടെൻഷനും ഉണ്ടാവും അവർക്ക്. പലപ്പോഴും മെൻ്റലി അബ്നോർമലായിട്ട് പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ ശരിക്കും ക്യാൻസർ വന്ന് ജീവിക്കില്ല, മരിക്കുമെന്ന് ഉറപ്പായ ആ വേളയിൽ അദ്ദേഹത്തിനെ ചികിത്സിക്കാൻ 2-3 നഴ്സുമാർ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന ശ്രമമായിരിക്കാം, അല്ലെങ്കിൽ വേദനയില്ലാതെ മരിക്കുന്നവരെ പരിരക്ഷിക്കും. ലാസ്റ്റ് സ്റ്റേജായപ്പോൾ അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ പതറുന്നുണ്ടായിരുന്നു അത്രേ. അദ്ദേഹം ആ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ സിറിഞ്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ സിറിഞ്ചിൻ്റെ ഡിസൈൻ ശരിയല്ല, സിറിഞ്ചിൻ്റെ ഡിസൈൻ ശരിയല്ല. അപ്പോൾ ആ നേഴ്സിന് ഒരു ഐഡിയ തോന്നി. അദ്ദേഹം ഒരു സെമി കോമയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നാക്കൊക്കെ കുഴയുന്നു. ഒരു ബോർഡ് എടുത്ത് അതിൽ A4 സൈസിൻ്റെ ഒരു പേപ്പർ ഫിക്സ് ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പേനയും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു അത്രേ. അപ്പോൾ വിറയ്ക്കുന്ന കൈകൊണ്ട് സിറിഞ്ചിന് അദ്ദേഹം ഒരു ഡിസൈൻ വരച്ചു. ആ ഡിസൈൻ ഇദ്ദേഹത്തിന് കാര്യമായിട്ട്, ഈ നേഴ്സിന് കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ആ സ്ത്രീ ഉടനെ തന്നെ അടുത്ത 2 നഴ്സുമാരെ ഇദ്ദേഹത്തിനെ പരിചരിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ച് രാത്രി തന്നെ സിറിഞ്ച് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ചെന്ന് ആ കമ്പനിയിലെ MDയോട് പറഞ്ഞ് ആ കമ്പനി തുറപ്പിച്ച് ഈ ഡിസൈനിൽ സിറിഞ്ച് ഒരു 3-4-5-6 മണിക്കൂർ കൊണ്ട് മൊത്തം സിസ്റ്റം മാറ്റി ഒരു സിറിഞ്ച് ഉണ്ടാക്കി ഏതാനും മണിക്കൂറുകൾക്കകം ആ സിറിഞ്ചും കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ കൊടുക്കാനുള്ള മരുന്ന് അദ്ദേഹം ഡിസൈൻ ചെയ്ത സിറിഞ്ചിൽ തന്നെ കൊടുത്ത് ആ വ്യക്തി കുറച്ച് മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിയുമ്പോൾ മരിക്കുകയും ചെയ്തു. ഇത് ഒരു കഥയായിട്ടോ അനുഭവമായിട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഒരു മനുഷ്യൻ്റെ തലച്ചോറ് താൻ ഏത് കർമ്മമണ്ഡലത്തിലാണോ പ്രവർത്തിക്കുന്നത്, ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, ആ കർമ്മമണ്ഡലത്തെ ചൈതന്യവത്താക്കാനായിട്ട് മരണത്തിൻ്റെ വക്കത്ത് നിൽക്കുമ്പോഴും പ്രവർത്തിക്കുക, ചിന്തിക്കുക, കർമ്മനിരതനാവുക. മരിക്കുമെന്ന് ഉറപ്പായിട്ടും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം. അതിന് പറ്റിയ ഒരു നേഴ്സ് ജീവിതത്തിൽ അഭിമാനിക്കാൻ സാധിക്കും. മരിക്കാൻ പോകുന്ന ഒരാൾ സിറിഞ്ചിൻ്റെ ഡിസൈൻ ശരിയല്ല എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അത് കേട്ട് തൽക്കാലം അത്രയൊക്കെ പറ്റുള്ളൂ, സിറിഞ്ച് ഉണ്ടാക്കുന്ന ഞാനല്ല എന്ന് മനസ്സിൽ പോലും വിചാരിക്കാതെ അതിൻ്റെ ഡിസൈൻ അദ്ദേഹത്തെ കൊണ്ട് വരപ്പിച്ച് അത് കമ്പനി കൊണ്ടുപോയിട്ട് ഉണ്ടാക്കി ആ സിറിഞ്ച് ഉപയോഗിച്ച് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പാകത്തിന് മാനസികമായിട്ട് വളർന്ന നേഴ്സ് ശരിക്ക് ആ സിറിഞ്ച് ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറായ ആ കമ്പനിക്കാർ ആ ഡിസൈൻ അനുസരിച്ചിട്ട് മോൾഡ് ഉണ്ടാക്കിയിട്ട് മുമ്പോട്ട് വരാൻ തയ്യാറായ ജോലിക്കാർ
എവിടേക്കാണ് ഒരു മനുഷ്യന്റെ മഹത്വത്തിന് കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നത് എന്ന് കൂടി നോക്കാം. ഇത് വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. നമ്മളുടെ ജന്മം തേ ഭുവി ഭാരഭൂത മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി. ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു മൃഗമായി ജീവിക്കാതെ ധന്യമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും കൂടി സാധിക്കുന്ന ഒരു മനുഷ്യനായി മാറാം. സാധിക്കുന്നിടത്തോളം ചിലർക്ക് ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും, വേറെ ചിലർക്ക് വേറെ മണ്ഡലത്തിലേ പറ്റുള്ളൂ. അപ്പം അവിടെ എല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടി, കമ്പനിയുടെ MDക്ക് കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടി, ഡിസൈൻ ഉണ്ടാക്കുന്ന ആൾക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടി, മോൾഡ് ഉണ്ടാക്കുന്ന ആൾക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടി, സിറിഞ്ച് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ആൾക്ക് അത് മെൽറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു, അത് പാക്ക് ചെയ്യുന്ന ആൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ആ നേഴ്സിന് ഈ സിറിഞ്ച് ഉപയോഗിച്ച് അയാൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ സാധിച്ചു, അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ കൊടുക്കാൻ സാധിച്ചു. ഇവിടെ എല്ലാം ഒരു ചെയിനാണ്, മാനുഫാക്ചറിങ് ചെയിൻ, പ്രൊഡക്ഷൻ ചെയിൻ, സിസ്റ്റം ചെയിനാണ്. അതിൽ നമ്മളൊരു കണ്ണികളാവാൻ സാധിച്ചാൽ ആ കണ്ണിയാവാൻ സാധിക്കുന്നതാണ് ധന്യമായ ജീവിതം. കണ്ണി ആവാൻ സാധിക്കുന്നതാണ് ധന്യമായ ജീവിതം. പ്രണാമം, നമസ്കാരം.